ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ കർക്കിടക മാസമാണല്ലോ. അപ്പോൾ നമുക്ക് കർക്കിടക മാസത്തിൽ തയ്യാറാക്കുന്ന ഒരു കറിയാണ് ഞാനിവിടെ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ കർക്കിടക മാസത്തിലാണ് താളും തകരയും ഒക്കെ കഴിക്കാൻ അനുയോജ്യമായ സമയം. അപ്പോൾ നമുക്കിന്നൊരു താള് കറി തയ്യാറാക്കിയാലോ. അപ്പോൾ നമ്മളെ പറമ്പിലൊക്കെ ഉണ്ടാവുന്ന താള്, അതുപോലെ തകര, ഇതൊക്കെ കഴിക്കാൻ അത്യുത്തമമാണ്. അപ്പോൾ ആദ്യം തന്നെ താള് പറിച്ച് കൊണ്ടുവന്ന് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ക്ലീനാക്കി വെക്കാം. അപ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് ചക്കക്കുരുവും അതുപോലെ പച്ച നേന്ത്രക്കായ, 2 പയറ്, ഇതൊക്കെ കൂടിയാണ് ഞാൻ ഓലൻ ആണ് തയ്യാറാക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കായ, ചക്കക്കുരു എന്നിവ പച്ചമുളക് മുറിച്ചിട്ട് ഒരു പാത്രത്തിൽ വെള്ളവും ഒഴിച്ച് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിന് വേവ് അധികം ഉള്ളതുകൊണ്ടാണ് അത് ആദ്യം വെക്കുന്നത്. അതിന് ശേഷം നമ്മൾ മുറിച്ചിട്ട് താളിൻ്റെ കഷ്ണങ്ങൾ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ താള് വെക്കുന്ന സമയത്ത് നല്ലവണ്ണം തിളച്ച വെള്ളത്തിൽ മാത്രമേ ഇട്ട് വെക്കാവുള്ളൂ. ഇല്ലെങ്കിൽ ചിലപ്പോൾ വേവ് കുറയാൻ സാധ്യതയുണ്ട്. അതുപോലെ ഉപ്പും ലാസ്റ്റ് മാത്രമേ ഇടാൻ പാടുള്ളൂ. അപ്പോൾ നമ്മളെ കായും ചക്കക്കുരും വെച്ചത് നന്നായിട്ട് പതച്ച് വേവാനായിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് താള് കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. കഷ്ണങ്ങൾ ഇട്ട് കൊടുത്ത് നന്നായി മൂടി വെച്ച് കുറച്ച് സമയം വേവിക്കാം. അപ്പോൾ അതിന് ശേഷം മാത്രമേ ഇതിലേക്ക് ഉപ്പൊക്കെ ഇടാൻ പാടുള്ളൂ. അപ്പോൾ ഇപ്പോൾ ഏകദേശം നല്ല വേവായിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹകരിക്കണേ. അപ്പോൾ ഉപ്പെല്ലാം ഇട്ട് കൊടുത്ത് ഒന്നുകൂടി ഇളക്കി യോജിപ്പിച്ച് സെറ്റാക്കി വെച്ചതിന് ശേഷം അടച്ച് വെച്ച് നന്നായി ഒന്നും കൂടി വെന്ത് കുറുകാൻ വേണ്ടിയിട്ട് കാത്തു നിൽക്കുക. അപ്പോൾ ഇത് ചൂടോടെ ചോറിനൊക്കെ കഴിക്കാൻ നല്ല സുഖം, നല്ല ടേസ്റ്റുള്ള ഒരു കറിയാണ്. അപ്പോൾ ഇത് ഏകദേശം തയ്യാറായി വാങ്ങി വെച്ചിട്ടുണ്ട്. ഇതിന് ഇനി വറവ് ഇട്ട് കൊടുക്കാം. നമ്മൾ വെളുത്തുള്ളി ആണ് വറവ് ആക്കി കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ ഉണക്കമുളകും കൂടി ഇട്ടിട്ടാണ് നമ്മൾ ഇതിന് തയ്യാറാക്കുന്നത്. അപ്പോൾ വെളുത്തുള്ളി ഏകദേശം മൂത്ത് വന്ന സമയത്ത് പച്ച വറ്റൽമുളകും കൂടി ഇട്ട് കൊടുത്ത് നമുക്കിത് നന്നായി മൂത്തതിന് ശേഷം കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.